ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഫാസിയോയിലാണുള്ളത്. ആലപ്പുഴ ഫാസിയോ ഒരു ഓണത്തിൻ്റെ സമയത്തായിരുന്നല്ലോ ഇനാഗ്രേഷൻ. ആ സമയത്ത് ഇവിടെ ഇതിൻ്റെ അകവും പുറവും ഒക്കെ ഭയങ്കര തിരക്കായത് കാരണം ഇവിടെ വരെ വന്നിട്ട് കയറാതങ്ങ് പോയി. ഇടി കൊള്ളാൻ വയ്യായിരുന്നു. അപ്പം പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു പോയി. പക്ഷേ പിന്നെ ഒരു ദിവസം എന്നുള്ളത് ഇച്ചിരി നീണ്ടുപോയി. അപ്പോൾ ഇന്നൊട്ടും പ്ലാൻ ചെയ്യാതെ ഇതിലും വഴി പോയപ്പോഴത്തേക്കിന് എന്നാൽ പിന്നെ കയറാൻ ഫ്രീ ആയിട്ടിരിക്കുവാണല്ലോ, എവിടെയെങ്കിലുമൊക്കെ പോവാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം പിന്നെ എന്നാൽ കയറിയേക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ ഇവിടെ 149 രൂപ മുതലാണ് ഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ അകത്ത് വന്ന് നോക്കിയപ്പോഴത്തേക്കിനും 149 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സാണ്. ഇനി വേറെ എന്തെങ്കിലും 149 രൂപയുടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കണ്ടത് കുഞ്ഞുങ്ങളുടെ കിഡ്സ് വെയറാണ് 149 രൂപ മുതലുള്ളത്. പിന്നെ ഏറ്റവും ഇത് എനിക്ക് തോന്നിയത് 199 രൂപ മുതൽ മെൻസിൻ്റെ ഷർട്ടുണ്ട്. അതൊരു നല്ല കാര്യമല്ലേ? നമുക്കിങ്ങനെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഷർട്ടുകൾ ഇങ്ങനെ മാറി മാറി ഇടാമല്ലോ. അപ്പോൾ കുറഞ്ഞ റേറ്റിലാവുമ്പോൾ നമുക്ക് ഉപയോഗിച്ചിട്ട് അതങ്ങ് മോശമാകുമ്പോൾ കളയുകയും ചെയ്യാം. ഇങ്ങനെ നമുക്ക് പിശുക്ക് കാണിക്കണ്ട ഡ്രസ്സിൻ്റെ കാര്യം. ഇപ്പോൾ ആർക്കും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കില്ല. എന്നാലും കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ല സാധനം കിട്ടുമ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ? അതേപോലെ തന്നെ വിമൻസിൻ്റെ കുർത്തീസും 299 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെയിലി വെയറിന് പറ്റിയ കോട്ടൺ കുർത്തീസാണ് അതിലുള്ളത്. അതും പല പല പാറ്റേണിലും പല പല കളറിലും ഒക്കെ ഉള്ള നല്ല നല്ല കുർത്തീസ്. പിന്നെ ഇവിടെ അക്സസറീസും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ പിന്നെ കുഞ്ഞുങ്ങളുടെ ചെരുപ്പുകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, പല പല ടൈപ്പിൽ. എനിക്ക് പിള്ളേരുടെ സാധനങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുഞ്ഞ് പെൺപിള്ളേരുടെ ഡ്രസ്സുകളൊക്കെ എന്ത് ഭംഗിയാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ മൊത്തത്തിൽ അങ്ങ് വീട്ടിലോട്ട് എടുത്തുകൊണ്ട് പോകാൻ തോന്നി. അതുപോലെ അത്ര നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളായിരുന്നു. പിന്നെ പെൺകുട്ടികളൊക്കെ കുഞ്ഞ് പെൺപിള്ളേർ ഒരുങ്ങി വരുന്നത് കാണാനും നല്ല ഭംഗിയാണ്, അവരുടെ ഡ്രസ്സ് കാണാനും ഭംഗിയാണ്. അതേപോലെ തന്നെ പിന്നെ ഇയർ റിങ്സൊക്കെ സെറ്റായിട്ടായിരുന്നു കേട്ടോ. അത് സെക്കൻഡ് സ്റ്റഡും എല്ലാം കൂടെ സെറ്റായിട്ടുള്ളതായത് കാരണം ഞാൻ എടുത്തില്ല. പക്ഷേ നല്ല ഭംഗിയുള്ള ഇയർ റിങ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സെക്കൻഡ് സ്റ്റഡൊന്നും കുത്താത്ത കാരണം പിന്നെ അത് മൊത്തത്തിലൊരു സെറ്റായിട്ട് എടുക്കാൻ എനിക്ക് തോന്നിയില്ല. ബാംഗിൾസ് പിന്നെ അങ്ങനെ പല പല സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനൊന്നും പോയില്ല. ഒന്ന് പോയപ്പോൾ ഓടിച്ചൊന്ന് കയറി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അപ്പം ഇതുപോലത്തെ വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരാൻ ശ്രമിക്കുന്നതാണ്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ടാറ്റാ, ബൈ.